ബെനീൻ ചേട്ടൻ ഞാൻ പരിചയപ്പെടുത്താം. ബെനീൻ ചേട്ടാ, വെരി ഗുഡ് മോർണിംഗ്. ബെനീൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ബെനീൻ ചേട്ടൻ്റെ ചായക്കടയിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെ PR പ്രവീൺ അത്യാവശ്യം PR വർക്കൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് അത്യാവശ്യം നേതാക്കളെ ഈ ചായക്കടയിൽ എത്തിച്ചിട്ടുണ്ട്. ബെനീൻ ചേട്ടൻ, ഇതാണ് ബെനീൻ ചേട്ടൻ. വെരി ഗുഡ് മോർണിംഗ് ബെനീൻ ചേട്ടാ. ബെനീൻ ചേട്ടന്റെ യഥാർത്ഥ പേരെന്താ? ചന്ദ്രശേഖരൻ നായർ. ചന്ദ്രശേഖരൻ നായർ എന്ന ബെനിയൻ ചേട്ടൻ എത്ര വർഷമായിട്ടാണ് ഈ ബെനിയൻ ഇടുന്നതെന്ന് അറിയാമോ? നമുക്ക് നോക്കാം. എത്ര വർഷമായിട്ടാണ്? 45 വർഷം. കട തുടങ്ങിയ അന്ന് മുതൽ കടയിൽ നിൽക്കുമ്പോൾ ബെനിയൻ അല്ലാതെ മറ്റൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ തീരുമാനം എടുക്കാൻ കാര്യം എന്താ? ഇപ്പൊ നമ്മുടെ മഹാത്മാഗാന്ധി വസ്ത്രം ഉപേക്ഷിക്കുന്നത് മധുരയിൽ പോകുമ്പോൾ തീവണ്ടി യാത്ര നടത്തുന്ന സമയത്ത് ഈ കൂടെ നടക്കുന്ന യാത്രക്കാർക്ക് വേണ്ടത്ര ഡ്രസ്സില്ല എന്ന് കാണുന്ന ഒരു ഘട്ടത്തിലാണ് സ്വന്തം വസ്ത്രം കൂടി ഊരി നൽകാമെന്ന് തീരുമാനിക്കുന്നത്. അന്നത്തെ കാലത്ത് ഉടുപ്പ് ഉപയോഗിക്കുന്നത് വളരെ കുറവായിരുന്നു. ഇന്ന് കൈലി ബനിയനായിരുന്നു സാധാ വേഷം. ഞാനതങ്ങ് സ്വീകരിച്ചു. വളരെ കംഫർട്ടബിൾ ആയതിനകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബനിയൻ കടക്കാരും ബനിയൻ കമ്പനിക്കാരും ബനിയൻ ചേട്ടനെ ഒരു ബ്രാൻഡ് അംബാസഡർ ആക്കുന്നത് എന്തായിരിക്കും? ഇത്രയും കൂടുതൽ കാലം ബനിയൻ പുറത്ത് കാണിച്ച് നടന്ന ഒരേ ഒരു മനുഷ്യരേ ഉള്ളൂ, അത് ബനിയൻ ചേട്ടനാണ് അല്ലേ? ചന്ദ്രശേഖരൻ നായർ എന്ന ബനിയൻ ചേട്ടൻ. ആ ബനിയൻ ചേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ബനിയൻ ചേട്ടൻ്റെ ബനിയൻ മാത്രമല്ല, ബനിയൻ ചേട്ടൻ്റെ ഈ കടയിലെ പലഹാരങ്ങളും വളരെ ഫേമസ് ആണ്. ധാരാളം ആളുകൾ, എനിക്കൊരു കർണാടക മന്ത്രി KG ജോർജ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബനിയനിൽ കംഫർട്ടബിൾ ആണ്. പുറത്തു പോകുമ്പോഴും പുറത്തു പോകുമ്പോൾ ഷർട്ട് ഇടും. എന്നാലും പുറത്ത് ഒരു ബനിയനിട്ട് പോകാൻ ഒരു താല്പര്യമുണ്ടോ? ഇല്ലില്ല, സ്വന്തം കടയിൽ നിൽക്കുമ്പോൾ മാത്രമേ ബനിയൻ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് ബനിയൻ ചേട്ടൻ എന്ന പേര് വന്നത്. ആദ്യം ഈ പേര് വിളിക്കുന്നത് ആരാ? സ്കൂൾ കുട്ടികളാണ്. സ്കൂളിൽ പഠിക്കാൻ ചേട്ടാ ബനിയൻ ചേട്ടാ. അങ്ങനെ ബനിയൻ ചേട്ടാ എന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഇട്ട പേര് ചന്ദ്രശേഖരൻ നായരുടെ ഒരു ജീവിത പേരായ അടയാളമായി മാറി. ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ ഹോട്ടലിന് ഒരു പേര് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താ പേര് വെക്കാത്ത? പബ്ലിസിറ്റി ഉള്ളതുകൊണ്ട് ബോർഡിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അതെ, ബോർഡില്ല. ബനിയൻ ചേട്ടന്റെ ചായക്കട ചോദിച്ചു വരും. ഗൂഗിളിലൊക്കെ മാപ്പിട്ട് നോക്കിയാൽ മതി, ബനിയൻ ചേട്ടന്റെ ചായക്കട അറിയാം. അപ്പോൾ അയ്യപ്പൻ ചേട്ടന്റെ ചായക്കട കൊല്ലംകോട് നമ്മൾ കണ്ടതുപോലെ രസകരമായ ഒരു ചായക്കടയാണ്. ഒരു ഗ്രാമത്തിന്റെ മധ്യത്തിലാണ്. ഇവിടെയുള്ള പലഹാരങ്ങൾ ഞാൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. ഇവിടെ ധാരാളം ആളുകൾ നമുക്കൊപ്പം വന്നിട്ടുണ്ട്. അവരെയൊക്കെ വളരെ പെട്ടെന്ന് പരിചയപ്പെട്ടിട്ട് ഞാൻ ഒരു പ്രധാന വാർത്തയിലേക്ക് പോകാം. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുണ്ട്. ഒരു റൗണ്ട് ചായ കാപ്പി കഴിഞ്ഞു. എന്താ പേര്? അനിൽ കൂരോപ്പട. പഞ്ചായത്ത് പാർട്ടി കോൺഗ്രസ്. ഞാൻ അഭിലാഷ് ലാക്കാട്ടിരി. എന്ത് ചെയ്യുന്നു? ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. വണ്ടർഫുൾ. ഓക്കേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹരികൃഷ്ണൻ, CPM. വണ്ടർഫുൾ. CPM ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണി ഒരു ടേബിളിൽ. രവിശങ്കർ, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ്. രവിശങ്കർ BJPയുടെ മണ്ഡലം പ്രസിഡന്റ്. ഓക്കെ, ഒരു ചായക്കോപ്പയിൽ എന്തും സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഗൗരവമേറിയ ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഗോപകുമാർ, BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി. BJPയുടെ മണ്ഡലം സെക്രട്ടറി. വണ്ടർഫുൾ. ഗുഡ് മോർണിംഗ് സർ. എന്റെ പേര് ശശിധരൻ നായർ. BJP കോൺഗ്രസ്. ഗ്രേറ്റ്. അല്ല, ഞാൻ ചോദിച്ചത് ഇവിടുന്ന് രണ്ടുപേരും BJP ആയതുകൊണ്ടാണ് കേട്ടോ, മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. ഗോപകുമാർ കോൺഗ്രസ് ആണ്. റൈറ്റ്. എന്റെ പേര് TM ജോർജ്. ഓക്കെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. കോൺഗ്രസോ CPM? CPM-ന്റെ. അപ്പൊ CPM ആൾക്കാരുണ്ട്, BJP നേതാക്കളുണ്ട്, പ്രാദേശിക നേതാക്കളാണ്, പ്രാദേശിക പ്രവർത്തകർ കൂടിയാണ്. വളരെ ആക്റ്റീവായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ സമീപിക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ്. ജോർജ് ചേട്ടൻ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പൊ ജോർജ് ചേട്ടന്റെ സൈഡിൽ തന്നെ ഞാൻ ഇരിക്കാമെന്ന് കരുതുന്നു. ഇവിടെ ഇരിക്കാൻ പ്രത്യേകിച്ച് ചെയറിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നല്ല വീതിയേറിയ ജനലിന്റെ പടിയുണ്ട്. ആ പടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ മനോഹരമായ ഒരു പ്രഭാതത്തിൽ, നല്ല തണുത്ത പ്രഭാതം, നല്ല മഴയായിരുന്നു അല്ലെ? രാത്രിയിൽ മഴ, നല്ല മഴയായിരുന്നു അല്ലെ? കാത്തിരുന്ന് കിട്ടിയൊരു മഴ. പക്ഷെ ഇന്നും നാളെയൊക്കെ തീവ്ര മഴയായിരുന്നു.